കുറ്റിക്കുരുമുളക് വീട്ടിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നട്ട് വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടോ? നിറയെ പറിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ കുറ്റിക്കുരുമുളക് ചെടി തഴച്ച് വളരാനും നിറയെ കായ്ക്കാനും അതുപോലെ ഒരു ചെടിയിൽ നിന്ന് തന്നെ നിരവധി പുതിയ തൈകൾ എളുപ്പത്തിൽ ഉണ്ടാക്കാനും സഹായിക്കുന്ന വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി സംസാരിക്കുന്നത്. കണ്ടില്ലേ, ഇതൊക്കെ എൻ്റെ കുറ്റിക്കുരുമുളകാണ്. വിളവെടുത്ത് കഴിഞ്ഞതാണ്, അതുകൊണ്ടാണ് അതുമ്മേൽ കായ് കാണാത്തത്. അടുത്തത് ഉണ്ടാവണം. പിന്നെ കണ്ടില്ലേ, ഇതിൻ്റെ ചട്ടിയിലിട്ട് ഞാൻ കുറ്റിക്കുരുമുളക് കുഴിച്ചിട്ടിട്ട് നട്ട് വളർത്തിയിട്ട് അതുമ്മേൽ ഇല പൊടിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്ഥലം കുറവായത് കാരണം കുറച്ച് ഒരു ചട്ടിയിൽ തന്നെ 2-3 തൈകളൊക്കെ നട്ട് കൊടുക്കാറുണ്ട്. വലിയ ചട്ടിയൊക്കെ ആകുമ്പോൾ ഒരു സൈഡിൽ സാദാ മുളക് ഉണ്ടാകുമ്പോൾ ഇപ്പുറം കുറ്റിക്കുരുമുളകിൻ്റെ തണ്ട് നട്ട് കൊടുക്കും. അതുപോലെ വേറെ എന്തെങ്കിലും അങ്ങനെ കോംബോ ആയിട്ട് എല്ലാ ചട്ടിയിലും 2-3 ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഒരുപാട് ഇങ്ങനെ കുലകുത്തി നിൽക്കുന്ന ഐറ്റംസ് ആണെങ്കിൽ ഒരു ചട്ടിയിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണ് ഞാൻ കൃഷി ചെയ്യാറ്. എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലും അറിയിക്കണം, ലൈക്കും തരണം. അപ്പോൾ ഈ ഒരു ഹൈപ്പ് എന്നുള്ള അത് നിങ്ങൾ ഹൈപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ കുറ്റിക്കുരുമുളക് നട്ട് വളർത്താൻ വേണ്ടിയിട്ട് തണ്ടെടുക്കുമ്പോൾ ഇതുപോലെ ഒരു നല്ലൊരു ശിശിരം വന്നത് നമ്മൾ സെലക്ട് ചെയ്യണം. പിന്നെ ഇതുമെന്ന് ഞാൻ എടുക്കുന്നത് എന്ന് വെച്ചാൽ കുറച്ചൊരു മൂത്ത തണ്ട് പോലത്തെ ആ ഒരു ഭാഗത്താണ് എടുക്കുന്നത്. നമുക്ക് അതിന്മേൽ വീണ്ടും ഇല പൊട്ടി വരികയും അതുപോലെ കമ്പ് വരികയൊക്കെ ചെയ്യണം. ആ ഒരു സാധ്യതയുള്ള കമ്പ് നമ്മൾ പൊട്ടിച്ചെടുക്കണം. പിന്നെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുളക് പറിച്ചതിൻ്റെ വീഡിയോ ഞാനൊരു മൈ ലൈഫ് വ്ളോഗിൽ പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് മേലെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ പോയിട്ട് കണ്ടു നോക്കാം. ഒരുപാട് മുളക് കിട്ടിയിട്ടുണ്ട്. പറിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ കമ്പ് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ ചെയ്താൽ കുറ്റിക്കുരുമുളക് ചെടി കാട് പോലെ വളരും. ഇലകൾ ആരോഗ്യത്തോടെ നിറഞ്ഞു നിൽക്കും. ചെടി മുഴുവൻ കുരുമുളക് കൊണ്ട് നിറയും. കൂടാതെ അതേ ചെടിയിൽ നിന്ന് പുതിയ തൈകൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാനും കഴിയും. കുറ്റിക്കുരുമുളക് നന്നായി വളരാൻ വേണ്ട പ്രധാന കാര്യങ്ങൾ: കുറ്റിക്കുരുമുളക് ചെടിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് നല്ല സൂര്യപ്രകാശവും ജൈവവളവുമാണ്. ദിവസവും കുറഞ്ഞത് 4 മുതൽ 6 മണിക്കൂർ വരെ സൂര്യപ്രകാശം നമ്മുടെ കുറ്റിക്കുരുമുളകിൻ്റെ ചെടിക്ക് ലഭിക്കണം. അതുപോലെ ലഭിക്കുന്ന സ്ഥലത്ത് നമ്മൾ ചട്ടി വെച്ച് കൊടുക്കണം. മണ്ണിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക്, കമ്പോസ്റ്റ് എന്നിവ ചേർത്ത് വേരുകൾ പടരുന്ന രീതിയിൽ നമ്മൾ മണ്ണ് തയ്യാറാക്കി ചട്ടിയിൽ നിറച്ചിട്ട് നമ്മൾ നടാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടില്ലേ, ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് പൊട്ടിച്ചെടുക്കേണ്ടത്. ഞാനത് നടാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ വന്ന ഇലകളൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫുള്ളായിട്ട് മുറിക്കണമെങ്കിൽ അങ്ങനെ മുറിക്കാം. ഞാൻ അങ്ങനെ മുറിക്കുന്നില്ല. ഞാനിവിടെ പകുതി വെച്ചിട്ടാണ് മുറിക്കുന്നത്. ആ ഒരു തൈക്ക് തണ്ടിന് ഒരു ശക്തി കിട്ടട്ടെ, പിന്നെ ആ ഒരു ഇലയിലൂടെയുള്ള എല്ലാ ന്യൂട്രിയൻസൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പകുതി വെച്ചിട്ടാണ് മുറിക്കുന്നത്. ഇത് ഇല മുറിക്കാതെ നട്ട് കഴിഞ്ഞാൽ വളരാൻ പ്രയാസമാണ്. നമ്മൾ തണ്ട് നട്ട് കഴിഞ്ഞാലാണ് അത് പൊട്ടുകയുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു അറ്റം കണ്ടില്ലേ, അവിടെയാണ് നിറയെ വേര് വരിക നമ്മൾ നടുമ്പോൾ. ഇതുപോലെ ആകുമ്പോൾ അതിന് കനമൊന്നും ഉണ്ടാവില്ല. ഇതുപോലെയുള്ളൊരു ഭാഗം വെച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പം മഴക്കാലം ആയത് കാരണം ഞാൻ കറ്റാർ വാഴയിലൊന്നും മുക്കുന്നില്ല. നിങ്ങൾ വേനൽക്കാലത്തും അല്ലാത്തപ്പോൾ നിങ്ങൾ നടുകയാണെങ്കിൽ കറ്റാർ വാഴയിലോ അല്ലെങ്കിൽ തേനിലോ ഈ തണ്ടിൻ്റെ ആ ഒരു ഭാഗം നിങ്ങൾ കുറച്ച് സമയം ഒന്ന് മുക്കി വെക്കുക. എന്നിട്ട് അത് അതുമേൽ ഒന്ന് സെറ്റായ ശേഷം നട്ട് കൊടുക്കുക. ഞാനിവിടെ ആദ്യം നട്ട് കൊടുത്ത ആ ചട്ടിയിൽ തന്നെയാണ് നിങ്ങൾക്ക് നട്ട് കാണിച്ച് തരുന്നത്. കാരണം വേറെ ചട്ടിയൊന്നും ഇതാക്കുന്നില്ല. ഇതിൻ്റെ ഈ ഭാഗത്ത് സ്പേസ് ഉണ്ട്. നമ്മൾ ആ ഒരു വേര് പിടിക്കുന്ന ഭാഗം ഉള്ളിലോട്ടാക്കിയിട്ട് നട്ട് കൊടുക്കുക. ഈ ചട്ടിയാകുമ്പോൾ ഉള്ളിലൊക്കെ ഞാൻ പ്രോട്ടീൻ മിക്സൊക്കെ നിറച്ചതാണ്. അതുകൊണ്ട് പുതിയതായിട്ട് നിറക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത് പിടിച്ച് വന്നിട്ട് വേണമെങ്കിൽ മാറ്റിക്കൊടുത്താൽ പോരെ. അപ്പോൾ അങ്ങനെ ഇതിൽ സ്പേസ് ഉള്ളത് കൊണ്ടാണ് വേറെ ചട്ടിയിൽ മണ്ണ് നിറക്കാതിരുന്നത്. ഇത് പൊടിച്ച് വന്നാൽ ഇനിയും നട്ട് ഇങ്ങനെ വരുമ്പോൾ പുതിയ ചട്ടിയിൽ നിറക്കും. കുറ്റിക്കുരുമുളകിന് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ചകിരി, നമ്മുടെ നാട്ടിൽ മടല് എന്ന് പറയും, അതാണ് സൈഡിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. അതാണ് അതിൻ്റെ മെയിൻ ഒരു
വളം എന്ന് പറയുന്നത് മണൽ, ചകിരി ഇങ്ങനെ സൈഡിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഞാനൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് നമ്മൾ വെള്ളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ രാവിലെ വൈകുന്നേരവും നമ്മൾ വെള്ളം കൊടുക്കണം, നനക്കണം. അല്ലാതെ അത് ഉണങ്ങിപ്പോവും. നല്ല നനവുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാല സീസൺ വരുമ്പോൾ നിങ്ങൾ കുറ്റിക്കുരുമുളക് മുറിച്ച് കുഴിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ തൈകൾ പൊടിച്ച് വരാനായിട്ട് ചാൻസ് കൂടുതലായിരിക്കും മഴക്കാലത്ത്. പിന്നെ പ്രത്യേകിച്ച് വളമൊന്നും ചേർക്കുന്നില്ല. നമ്മൾ ചട്ടിയിൽ മണ്ണ് നിറക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അപ്പോഴാണ് നല്ല വളം കിട്ടുക. നല്ലൊരു അതിന് വളരാൻ പറ്റിയ ഒരു മണ്ണ് തന്നെ നമ്മൾ ചട്ടിയിൽ നിറക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെയാണ് ഞാനിവിടെ എല്ലാം കൃഷി ചെയ്യുന്നത്. നമ്മൾ പരിചരിക്കും പോലെയാണ് നമ്മുടെ വീട്ടിൽ കൃഷിയിൽ കായകൾ ഉണ്ടാവുകയുള്ളൂ. ഇതെൻ്റെ കറ്റാർ വാഴയും കഞ്ഞെണ്ണിയുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീട്ടിൽ കുറ്റിക്കുരുമുളക് നട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നട്ട് പിടിപ്പിക്കുക. ഈ ഒരു ശിശിരം എടുത്ത് നട്ടാൽ മതി. കുറ്റിക്കുരുമുളകിൻ്റെ തൈ ഒട്ടും വീട്ടിലില്ലെങ്കിൽ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പടർന്നു പോകുന്ന കഴുങ്ങുമ്മലൊക്കെ പടർത്തുന്ന കുറ്റിക്കുരുമുളകല്ല, വയറാളി കുരുമുളക് ഉണ്ടാവുമല്ലോ നിങ്ങളുടെ വീട്ടിലൊക്കെ. അതുപോലെ ഇതുപോലൊരു തണ്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് ചട്ടിയിലോട്ടേക്ക് കുഴിച്ചിട്ട് കൊടുത്താൽ മതി. അതുമെന്ന് കമ്പ് പൊട്ടി പൊട്ടി വന്നിട്ട് അത് കുറ്റിക്കുരുമുളകായി മാറും. അങ്ങനെയും നമുക്ക് തൈകൾ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലുള്ളതൊക്കെ ആകെ 2 ചെടികളാണ് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൂ. അതിൽ പൊട്ടിച്ച് നട്ടിട്ട് ഉണ്ടാക്കിയ ചെടികളാണ് ഉള്ളത് കുറ്റിക്കുരുമുളകിൻ്റെത്. പിന്നെ ഇതുപോലെ തന്നെ പടർന്നു പോകുന്ന അതിൽ നട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ കുഴിച്ചിടുന്ന വീഡിയോ കാണിച്ചില്ലേ, അതിൽ നട്ട് വളർത്തിയത് ഒരു വയറാളി കുരുമുളകിൻ്റെ അകത്തുനിന്ന് പൊട്ടിച്ച് കുഴിച്ചിട്ടതാണ്. അപ്പോൾ അതുമേൽ നിറയെ കായ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കുരുമുളകൊന്നും കടയിൽ നിന്ന് വാങ്ങേണ്ട ആവശ്യം വരില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.